വൺസ് അപ്പോൺ എ ടൈം ഇൻ മദ്രാസ് പ്രശാന്ത് മുരുകന്റെ ഡയറക്ഷനിൽ ഇപ്പോൾ ആഹാ തമിഴിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് ഹൈപ്പർ ലിങ്ക് ത്രില്ലർ ചിത്രമാണിത്. ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഭരത്, അതുപോലെ തന്നെ പവിത്ര ലക്ഷ്മി, ഷാന, അഭിരാമി, തലൈവാസൻ, വിജയ് തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചിത്രത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സിനിമയുടെ ഒരു ഓൺലൈൻ പ്രമേയം എന്നുള്ളത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. ഈ ഒരു സിനിമയുടെ ജോണർ എന്നുള്ളത് ഒരു ഹൈപ്പർ ലിങ്ക് ത്രില്ലർ എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള സിനിമകളിലൂടെ പ്രതിപാദിക്കുന്നത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കുറച്ച് കഥാപാത്രങ്ങൾ കാണും. അവർക്കെല്ലാം തന്നെ വേറെ വേറെ സിറ്റുവേഷൻസ് ഒക്കെ ആയിരിക്കും. എന്തായാലും ഈ സിറ്റുവേഷൻസ് അല്ല, അല്ലെങ്കിൽ വ്യത്യസ്ത സാഹചര്യങ്ങളുള്ള ഇവരെല്ലാം കൂടെ ഒരു ഘട്ടത്തിൽ കൊണ്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള സിനിമകളുടെ സ്വഭാവം എന്നുള്ളത്. ഇവിടെയാണെങ്കിലും അത്തരത്തിലുള്ള കുറച്ച് കഥാപാത്രങ്ങൾ ഇവരെല്ലാം തന്നെ ഒരു പ്രത്യേക പോയിന്റിൽ വന്ന് കണക്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്നൊക്കെ നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കി എടുക്കുക. കാര്യമായിട്ട് സ്പോയിലർ ആക്കണ്ടല്ലോ. ഇനി ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സിനിമയിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്നുള്ളത് ഇവരെടുത്തിരുന്ന സ്റ്റോറി എന്നുള്ളത് അത്യാവശ്യം യൂണീക്കായിട്ട് ഒരു ഫീൽ നൽകുന്ന, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് നൽകുന്ന ഒന്ന് തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഒരു പരിസരം തന്നെയായിരുന്നു. അതായത് ഈ ഒരു കഥയ്ക്കുള്ളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളുള്ള വ്യത്യസ്ത ആളുകളാണ്. ഇവർക്കെല്ലാം തന്നെ വ്യക്തമായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്. ഈ ഇമോഷൻസിനെ തുടർന്ന് ഇവരെല്ലാം തന്നെ ഓരോ നടപടികൾ സ്വീകരിക്കുകയാണ്. അപ്പം ഈ ഇമോഷൻസ് കാണിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഇമോഷണലി കണക്ട് ആകാൻ പറ്റുന്ന ഒരു കഥാപരിസരമാണ്. അതുപോലെ തന്നെ ഈ നടപടികൾ എടുക്കുമ്പോഴത്തേക്ക് അത് ത്രില്ലിംഗ് ആയിട്ട് പ്രേക്ഷകർക്ക് ഫീലും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. കഥയ്ക്കുള്ളിൽ ഇമോഷൻസും അതുപോലെ തന്നെ ത്രില്ലർ അല്ലെങ്കിൽ ത്രില്ലിംഗ് എന്നുള്ള ആ ഒരു എലമെന്റ് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ കഥ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതും കഥ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കുറച്ച് ടേൺസ് ഒക്കെ വെച്ചിട്ട് തന്നെയായിരുന്നു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഈ സിനിമയുടെ കഥയ്ക്കുള്ളിലൂടെ തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രകടനങ്ങളും അത്യാവശ്യം ഓക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും. എന്നും പറഞ്ഞങ്ങോട്ട് വലിയ അന്യായ പ്രകടനമൊന്നും ഉള്ളതല്ല, മറിച്ച് അത്യാവശ്യം പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന പെർഫോമൻസും നിങ്ങൾക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കും. എസ്പെഷ്യലി ഭരത് ഒരു ഹീറോ റോളിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പവിത്ര ലക്ഷ്മി ഒരു ഹീറോയിനായിട്ട് എത്തുന്നുണ്ട്. അതുപോലെ മതി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്, പുതിയതായിട്ട് വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിയുടെ ലൈഫ് കാണിക്കുന്നുണ്ട്. ആ ക്യാരക്ടറിനെ അഞ്ജലി നായർ എന്ന് പറയുന്ന ഒരു അഭിനേത്രിയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു പെർഫോമൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ തലൈവാസൽ വിജയ് ഒരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രകടനമാട്ടെ, അങ്ങനെ വന്നിരിക്കുന്ന പെർഫോമേഴ്സ് എല്ലാം തന്നെ. അതുപോലെ അഭിരാമി, മലയാളത്തിന്റെ അഭിരാമിയും ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രകടനങ്ങളും അത്യാവശ്യം ഓക്കെ ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ടെക്നിക്കലി നോക്കി കാണുമ്പോഴത്തേക്കും അങ്ങനെ വലിയ മാരകമാണ് എന്നൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് കാണുന്ന പ്രേക്ഷകന് അത്യാവശ്യം ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ നൽകുന്ന സിനിമാറ്റോഗ്രഫി കാഴ്ച ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സാൻ ലോകേഷിൻ്റെയാണ് എഡിറ്റിംഗ് വർക്ക് എന്നുള്ളത്. അദ്ദേഹം കുറച്ചുകൂടി ക്രിസ്പായിട്ട് ഫാസ്റ്റായിട്ട് സിനിമ അവതരിപ്പിച്ചിരുന്നെങ്കിൽ നന്നായേനെന്നൊക്കെ എനിക്ക് പേഴ്സണലി തോന്നിയിരുന്നു. എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ നോൺ ലീനിയർ കട്ടുകളും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചില്ലേ, ഇതൊരു ഹൈപ്പർ ലിങ്ക് ചിത്രമാണ്. സോ വ്യത്യസ്ത സാഹചര്യങ്ങളുള്ള ആളുകളെല്ലാം തന്നെ ഒരു ഘട്ടത്തിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്യിപ്പിക്കണമല്ലോ. ആ കണക്ട് ചെയ്യിപ്പിച്ച വിധമൊക്കെ നല്ല രസമായിട്ടാണ് അദ്ദേഹം ആ ഒരു എഡിറ്റിങ്ങിലൂടെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫ്രാങ്ക്ലിൻ്റെയാണ് മ്യൂസിക് വർക്ക്. എല്ലാ ഗാനങ്ങളും അത്രയും മികച്ചായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല. ചില വോക്കൽസും കാര്യങ്ങളൊക്കെ തന്നെ അത്ര ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നിയില്ല. പക്ഷേ ആ ഒരു ക്ലൈമാക്സോട് എടുക്കുമ്പോഴത്തേക്ക് ഒരു 1-2 ഗാനങ്ങളൊക്കെ കൊണ്ടുവെക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യിക്കും, അല്ലെങ്കിൽ ആ സിറ്റുവേഷനുമായിട്ട് പ്രേക്ഷകരെ ഹുക്ക് ചെയ്യിക്കുന്ന രീതിയിലായിരുന്നു ആ സോങ്സും അല്ലെങ്കിൽ പശ്ചാത്തല സംഗീതവും ഒക്കെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ പറയുമ്പോഴേ ഈ സിനിമയുടെ ഒരു പ്രശ്നം എന്നുള്ളത് നല്ലൊരു കഥ കിട്ടി, പക്ഷേ അത് എക്സിക്യൂഷനിലൂടെ, അത് ഇപ്പം പ്രധാനമായിട്ട് പറയേണ്ടത് തിരക്കഥയിലൂടെ അവതരിപ്പിച്ച് പോകുമ്പോഴത്തേക്കും ആ ഒരു ഇമോഷൻസ് എന്നുള്ള ഒരു കാര്യം പ്രേക്ഷകർക്ക് വലിയധികം കിട്ടുന്നില്ലായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം എന്നുള്ളത്. അതും ഇതിൻ്റെ ഉള്ളിൽ ഒരു അമ്മ മകൾ ബന്ധം കാണിക്കുന്നുണ്ട്. അതൊന്നും അത്രത്തോളം ഇംപ്രസീവായിട്ട്, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ആ ഒരു ഇമോഷൻസ് 100% കിട്ടുന്ന രീതിയിലല്ല റൈറ്റിങ്ങിലൂടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതാണ് സിനിമയുടെ വലിയൊരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കഥാപാത്രങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ സിറ്റുവേഷൻസിനും വ്യക്തമായിട്ടുള്ള നല്ല ഇമോഷൻസ് ഉണ്ടായിരുന്നു. അതാ അവർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പ്രേക്ഷകർക്ക് കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയി മാറിയേനെ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് കണ്ടിരിക്കാം, അത് വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ടാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ മദ്രാസിനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സിനിമ പിന്നെ ഫാമിലി ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് 18+ കണ്ടന്റ് ഉണ്ടെന്ന് കൂട്ടിക്കോ, അത്തരത്തിലുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. സോ മെച്യൂർഡ് ആയിട്ടുള്ളവർ ഇരുന്നു കൂടി കാണാനും കൂടി ശ്രമിക്കുക. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സിനിമയ്ക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്ന 10.5. അപ്പോൾ എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പങ്കുവച്ചേക്കുക. എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.